വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 12. അക്കാലത്ത് ഒരു സാബത്തിൽ യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു. അവൻ്റെ ശിഷ്യന്മാർക്ക് വിശന്നു. അവർ കതിരുകൾ പറിച്ച് തിന്നുവാൻ തുടങ്ങി. ഫരിസേയർ ഇത് കണ്ട് അവനോട് പറഞ്ഞു, നോക്കൂ, സാബത്തിൽ നിർദ്ദിഷ്ടമായത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു. യേശു പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവർ ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരന്മാർക്കോ ഭക്ഷിക്കുവാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിച്ചതെങ്ങനെ? അങ്ങനെയെങ്കിൽ സാബത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ സാബത്ത് ലംഘിക്കുകയും അതേസമയം കുറ്റമറ്റവനായിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ നിയമത്തിൽ വായിച്ചിട്ടില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ നിരപരാധികളെ കുറ്റം വിധിക്കുമായിരുന്നില്ല. എന്തെന്നാൽ മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ കർത്തൃദിനത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. പിതാവായ ദൈവം ആദ്യം മുതൽ തന്നെ ഓരോ ദിനവും വിശദീകരിച്ചുകൊണ്ട് സമയത്തെയും ദിനങ്ങളെയും ക്രമപ്പെടുത്തുകയും ദൈവമക്കളായ നമ്മൾ ദൈവത്തിന് ഏറ്റവും പ്രീതിജനകമായി ജീവിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രത്യേകമായ വിധത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ, സാബത്ത് ആചരിക്കുവാൻ ദൈവം ജനത്തോട് ആവശ്യപ്പെട്ടു. താൻ തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തോട് പിതാവായി ദൈവം ആവശ്യപ്പെടുന്നത് പുറപ്പാട് പുസ്തകം 31 അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ എൻ്റെ സാബത്ത് സൂക്ഷ്മമായി ആചരിക്കണം. എന്തെന്നാൽ കർത്താവായ ഞാനാണ് നിങ്ങളെ വിശദീകരിക്കുന്നത് എന്ന് നിങ്ങൾ അറിയുന്നതിന് വേണ്ടി ഇത് എനിക്കും നിങ്ങൾക്കും മധ്യേ തലമുറ തോറുമുള്ള ഒരു അടയാളമായിരിക്കും. നിങ്ങൾ സാബത്ത് ആചരിക്കണം, കാരണം അത് നിങ്ങൾക്ക് വിശുദ്ധമായ ഒരു ദിവസമായിരിക്കും. അതെ, ദൈവം സാബത്ത് സ്ഥാപിക്കുമ്പോൾ അവർക്ക് വിശുദ്ധമായ ഒരു ദിനത്തെയാണ് നൽകിയത്. ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ദിനം, ദൈവത്തോട് കൂടി ആയിരിക്കുവാനുള്ള ദിനം, ജീവിത വിശുദ്ധിയുടെ പൂർണ്ണതയിൽ ജീവിക്കുവാനുള്ള ദിനം. ലേവ്യരുടെ പുസ്തകം 19 അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങളിൽ ദൈവമായ കർത്താവ് അവരോട് ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേൽ സമൂഹത്തോട് പറയുക, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവായ ഞാൻ പരിശുദ്ധനാണ്. സാബത്തിൻ്റെ ഏറ്റവും മഹത്തായ ബലവും കൃപയും പറയുമ്പോൾ ആവർത്തിച്ച് പറയുന്നു, മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുകയും എൻ്റെ സാബത്ത് ആചരിക്കുകയും വേണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നോക്കൂ, ദൈവമായ കർത്താവ് സാബത്ത് അവർക്ക് നൽകുമ്പോൾ ആ ദിനം എല്ലാവരെയും സ്നേഹിക്കുവാൻ, ബഹുമാനിക്കുവാൻ, മാതാപിതാക്കളുടെ കടപ്പാടുകൾ വിശ്വസ്തയോടെ നിറവേറ്റുവാൻ, വിശുദ്ധ ദിനമായി ആചരിക്കുവാനാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും മാത്രം പ്രാധാന്യം നൽകുകയും ജീവിത വിശുദ്ധി നഷ്ടപ്പെടുത്തുകയും ചെയ്ത ഫരിസേയ സമൂഹം ഇന്ന് ക്രിസ്തുവിനെ കുറ്റപ്പെടുത്തുന്നു. ഗോതമ്പ് മണികൾ പറിച്ചു തിന്നതുകൊണ്ട് ആരുടെയും സാബത്ത് ലംഘിക്കപ്പെടുന്നില്ല എന്ന് ക്രിസ്തു ആവർത്തിച്ച് പറയുകയാണ്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിലെ ഏറ്റവും മനോഹരമായ ചിന്ത, ദൈവമായ കർത്താവ് സാബത്തിന് നൽകുന്ന പുതിയ അർത്ഥവും വ്യാഖ്യാനവുമാണ്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. നോക്കൂ, കരുണയുടെ അർത്ഥം യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയോ ആർക്കും എതിരെ വിധി കൽപ്പിക്കുകയോ ചെയ്യുമായിരുന്നില്ല. കരുണ എന്ന പദത്തിന് വലിയ അർത്ഥമുണ്ട്. അത് ദൈവത്തിൻ്റെ മനസ്സാണ് കാണിക്കുക. ഈ ലോക ജീവിതത്തിൽ മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കുവാൻ, മനസ്സിലാക്കാൻ കഴിയുന്ന ആത്മീയ ബലം കൂടിയാണ് അത്. മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ് എന്ന് യേശു അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. അതെ, നമ്മുടെ ദൈവം സകല നിയമങ്ങൾക്കും അതീതനായ ദൈവമാണ്. ക്രിസ്തു പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ പാഠം, ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നത് നിയമത്തിൻ്റെ പിൻബലങ്ങളിലല്ല, മറിച്ച് അവൻ്റെ കാരുണ്യ പ്രവൃത്തിയുടെ, ദൈവത്തിൻ്റെ കരുണയുടെ കൃപയാലാണ്. അതുകൊണ്ട് തന്നെ
സാപത്തിൻ്റെ അതിനാഥനായ ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുന്ന എല്ലാ മനുഷ്യർക്കും രക്ഷ സ്വന്തമാക്കാൻ സാധ്യമാകുമെന്ന് ക്രിസ്തു ഉറപ്പ് നൽകുന്നു. ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ ദിനവും ദൈവത്തിൻ്റെ ദാനമാകയാൽ വിശുദ്ധ ദിനമായി കരുതുവാനും വിശുദ്ധരായി തന്നെ നിലകൊള്ളുവാനും അങ്ങനെ ദൈവമക്കൾക്കുള്ള വലിയ സ്നേഹത്തിനും രക്ഷയ്ക്കും പാത്രീഭൂതരാകുവാൻ നമുക്ക് അനുഗ്രഹം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.